സന്തോഷത്തോടുകൂടിയും അതേപോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടിയാണ് ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണാം മയക്കുമരുന്നും മദ്യത്തിനും അടിമകളായി ഒരുപാട് ക്രൈംസ് അല്ലെങ്കിൽ ഒരുപാട് ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് പോകുന്ന കുട്ടികളിൽ നിന്നും ഒരു ഡിസിപ്ലിൻ ലൈഫ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് എണീക്കുക, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, ബോഡീനെ വാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡിസിപ്ലിനിലേക്ക് നമുക്ക് കുട്ടികളെ നയിക്കാനുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഹൗറ സ്പോർട്സ് ഹാൾ ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് ട്രെയിനിങ് സ്കൂൾ എന്നും കൈക്കൊണ്ടിരുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് ഹൗറ സ്പോർട്സ് ഹാൾ ഇന്റർനാഷണലിന്റെ അണ്ടറിൽ വേണ്ടി നിലകൊള്ളുമെന്നും സാമൂഹിക ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുമെന്നും മദ്യം മയക്കുമരുന്ന് പോലുള്ള ലഹരിക്ക് അടിമപ്പെടുകയില്ലെന്നും എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ ദിവസത്തിലേക്ക് ഇവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. ഇത്രയും കുട്ടികളെ കാണുവാനും നിങ്ങളുടെ രക്ഷകർത്താക്കളെ കാണാനും വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു സ്പോർട്സിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലെങ്കിലും ഇത്രയും കുട്ടികൾ ഈ ഒരു ദിവസത്തിൽ എത്രയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഈ ദിവസം ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞങ്ങളൊരു പോലീസിൽ കയറുമ്പോൾ തുടങ്ങി എത്രയോ കഠിനമായ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ദിവസമുണ്ട് പാസിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായ ആ ഒരു സ്വന്തമാക്കുന്ന നമ്മൾ ആ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത് ആ ദിവസം നമുക്ക് അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ഇന്ന് നിങ്ങളുടെ മുഖത്തേക്ക് കാണാൻ പറ്റും. പക്ഷെ ചിലവരൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു, ചിലവരൊക്കെ വളരെ ശാന്തമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പാസിംഗ് ഔട്ടിൻ്റെ ദിവസം നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, കുറേ ആളുകളുടെ മുന്നിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ ഇത്രയും നാള് എത്രയോ ദിവസത്തെ കഠിനമായ അധ്വാനമാണ് പഠനത്തോടൊപ്പം തന്നെ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നുവെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ രാവിലെ എണീറ്റ് ഞാൻ ഹാൻഡ് ബോൾ പ്ലെയറും ലോങ് ജമ്പുമാണ് എൻ്റെ ഐറ്റം. ഞാൻ ഇതെല്ലാം ചെയ്യാൻ രാവിലെ എത്രയോ നേരത്തെ എണീറ്റാണ് പോയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന നിങ്ങൾ ഇന്ന് അഭ്യസിച്ച നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന ഈ വിദ്യ ഒരിക്കലും സമൂഹത്തിൻ്റെ തിന്മയ്ക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അറിയേണ്ട ഒരേ ഒരു കാര്യം നോ പറയാൻ അവർ പഠിക്കണം. സോഷ്യൽ മീഡിയയും ഇത് ചെറിയ 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് കുട്ടികളെ വളരെയധികം കുട്ടികൾ ഉപയോഗിക്കുന്നു. അതിലൂടെ പലരും മിസ്യൂസ് ചെയ്യുന്നതാണ് കാണപ്പെടുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് അവർ കടന്നു ചെല്ലുമ്പോൾ